എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഡിസംബർ 10-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അപ്പോൾ പെൻഷൻ ഇതിനകം വിതരണം ചെയ്യുമോ എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ 2000 രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. 1045 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ടാണ് നേരത്തെ വിതരണം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 15-ാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം ഡിസംബർ മാസത്തെ പെൻഷൻ ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപ്രകാരം തന്നെ 15-ാം തീയതി മുതൽ പെൻഷൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 26.46 ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക. 18-19 തീയതികളിലൊക്കെ ആയിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തേതാണ് വിതരണം ചെയ്തത്. അവർക്ക് പെൻഷൻ വർദ്ധിപ്പിച്ച പെൻഷൻ അല്ല, പഴയ 1600 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. അത് ഇതിനകം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. സംസ്ഥാനത്ത് നാളെ ഡിസംബർ 10-ാം തീയതി ബുധനാഴ്ച 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇതുകൂടാതെ 11-ാം തീയതി പൊതു അവധിയുമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് രണ്ടാം ഘട്ട ഇലക്ഷൻ നടക്കുന്ന തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ബുധൻ, വ്യാഴം ദിവസങ്ങളിലുള്ള അവധിയുള്ളത്. പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ബുധനാഴ്ച ദിവസം അവധിയുള്ളത്. ഇതേ ജില്ലകളിൽ തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിട്ടുള്ള 11-ാം തീയതി വ്യാഴാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതു അവധി എന്ന് പറഞ്ഞാൽ എല്ലാ സ്വകാര്യ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി അനുവദിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലാളികൾക്കും ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധിക്ക് ഈ ഇലക്ഷൻ നടക്കുന്ന ദിവസങ്ങളിൽ അർഹതയുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ 10-ാം തീയതി ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാക്കിയുള്ള ജില്ലകളിലെല്ലാം അവധി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജില്ലകളിൽ അവധി ഉണ്ടായിട്ടില്ല. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഈ ജില്ലകളിലാണ് അവധിയുള്ളത്. അറിയിപ്പ് ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിൽ ഇന്ന് റേഷൻ കടകൾ അവധിയായിരുന്നു. നാളെ മുതൽ അത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ വ്യാഴാഴ്ച ദിവസം ബാക്കിയുള്ള രണ്ടാം ഘട്ട ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിൽ റേഷൻ കട അവധിയായിരിക്കും. അപ്പോൾ ഇതിന്റെ ഇടയിലെല്ലാം റേഷൻ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മുൻഗണനാ റേഷൻ കാർഡിന് 16-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ആധാർ കാർഡ് അടിമുടി മാറുന്നു. ആധാർ കാർഡിന്റെ നിലവിലുള്ള രൂപം മാറും. ആധാർ കാർഡിൽ എല്ലാ വിവരങ്ങളും ഇനി കാണില്ല. QR കോഡും പേരും ഫോട്ടോയും മാത്രമായിരിക്കും ആധാർ കാർഡിൽ ഉണ്ടാവുക. ഈ 2 കോടിയോളം ആളുകളുടെ ആധാർ കാർഡ് റദ്ദാക്കിയിട്ടുമുണ്ട്. യും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും വേണ്ടിയാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നത്. പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ: ഒന്നാമത്തേത്, പുതിയ ആധാർ കാർഡ് ഡിസൈനിൽ തന്നെ മാറ്റമുണ്ട്. QR കോഡും ഫോട്ടോയുമായിരിക്കും ആധാർ കാർഡിൽ ഉണ്ടാകുക. ആധാർ കാർഡിന്റെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കാർഡിൽ നിന്ന് ആധാർ നമ്പറും വിലാസവും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പകരം കാർഡ് ഉടമയുടെ ഫോട്ടോയും സ്കാൻ ചെയ്യാനുള്ള QR കോഡും മാത്രമേ ഉണ്ടാകൂ. ആധാർ നമ്പർ മറ്റുള്ളവർ കാണുന്നത് വഴി തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കം. ഡിസംബർ 1-ന് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട്. മൊബൈൽ നമ്പർ മാറ്റാനും ഇനി എളുപ്പം സാധിക്കും. ആധാർ സേവന കേന്ദ്രങ്ങളിൽ പോകാതെ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സംവിധാനം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഫേസ് ഒതന്റിക്കേഷൻ വഴിയായിരിക്കും ഇത് സാധ്യമാവുക. ഇതിനായി പുതിയ ആപ്പ് ഉടൻ പുറത്തിറക്കും എന്നുള്ളതാണ് വിവരം. ആധാർ ആപ്പ് സജീവമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിലും ഇത് പ്രവർത്തനക്ഷമമായിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഡിസംബർ മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റം. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, സൗജന്യമായി പുതുക്കുന്നതിനുള്ള കാലാവധി
അടുത്ത ജൂൺ 14 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് പണം നൽകേണ്ടി വരും. ഇനി ആധാർ കാർഡും പാൻ കാർഡും ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഡിസംബർ 31 വരെയാണ് അതിന്റെ അവസാന തീയതി. അത് കഴിഞ്ഞാൽ വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരും. മാത്രമല്ല പാൻ കാർഡ് റദ്ദാകുന്ന അവസ്ഥയും ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ 1 മുതൽ ആധാർ കാർഡിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത്. പഴയ കാർഡുകൾ റദ്ദാകില്ല. എന്നാൽ പുതിയ കാർഡുകൾ പ്രിന്റ് ചെയ്യുമ്പോൾ പഴയ രീതിയിലുള്ള വിവരങ്ങൾ അതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് ഫോട്ടോയും QR കോഡ് മാത്രമാണ് ഉണ്ടാകുക. ഇതിലൂടെ തട്ടിപ്പ് തടയാൻ കഴിയും എന്നുള്ളതാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, രാജ്യവ്യാപകമായി നടത്തുന്ന ഡാറ്റ ക്ലീനിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മരിച്ചവരുടെ 2 കോടിയിലധികം ആധാർ കാർഡുകൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർജീവമാക്കിയതായി സർക്കാർ ബുധനാഴ്ച അറിയിച്ചു. ആധാർ ഡാറ്റാബേസിന്റെ സമഗ്രത സംരക്ഷിക്കുന്നതിനും തിരിച്ചറിയൽ രേഖകളുടെ ദുരുപയോഗം തടയുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. ആധാർ രേഖകൾ മരണ രജിസ്ട്രേഷനുമായി ഒത്തുനോക്കിയതിനു ശേഷം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയാണ് ഈ ഡീആക്ടിവേഷൻ നടപടി നടത്തിയത്. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, സംസ്ഥാന സർക്കാരുകൾ, നിരവധി കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നീ വകുപ്പുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള മറ്റ് ഡേറ്റകൾ ഇവയാണ്. ഡീആക്ടിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് രേഖകൾ സാധൂകരിക്കുന്നുണ്ട് എന്നും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ ഫീഡുകൾ പതിവായി ഉപയോഗപ്പെടുത്തി ഡാറ്റാബേസ് നിലവിലുള്ളതായി നിലനിർത്താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതോറിറ്റി അറിയിച്ചു. ഇനി മുതൽ കുടുംബാംഗങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ ഉപയോഗിച്ച് ഒരു ബന്ധുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനും കഴിയും. ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കുടുംബാംഗം പോർട്ടലിൽ ആധികാരികത ഉറപ്പാക്കുകയും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ നമ്പറും അടിസ്ഥാന വിശദാംശങ്ങളും സഹിതം ആധാർ നമ്പർ സമർപ്പിക്കുകയും വേണം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സമർപ്പണം അവലോകനം ചെയ്തതിന് ശേഷം പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ആ ആധാർ നമ്പർ നിർജീവമാക്കൽ നടപടിയിലേക്ക് നീങ്ങുക. തിരിച്ചറിയൽ തട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതിന് മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം പോർട്ടൽ ഉപയോഗിച്ച് അതോറിറ്റി കുടുംബാംഗങ്ങളോട് ഈ പ്രവർത്തനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ആധാർ കാർഡിന് നിർബന്ധിത പുതുക്കലിന് ചുമത്തിയിട്ടുള്ള ഫീസ് 1 വർഷത്തേക്ക് ഈടാക്കേണ്ടതില്ല എന്ന് സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി, അതായത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി തീരുമാനിച്ചു. ഒക്ടോബർ 1 മുതൽ 1 വർഷത്തേക്കാണ് ഫീസ് ഒഴിവാക്കിയിരിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ കാർഡ് എടുക്കും വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് രേഖകൾ രേഖപ്പെടുത്താറില്ല. 5 വയസ്സ് കഴിയുമ്പോൾ ഇവ രേഖപ്പെടുത്തണം. 15 വയസ്സ് കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഇവ പുതുക്കണം. 5 വയസ്സ് 7 വയസ്സിനും ഇടയിലും 15 മുതൽ 17 വയസ്സിനും ഇടയിലും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നിലവിൽ ഫീസില്ല. ഈ പ്രായപരിധിക്ക് ശേഷമാണ് 125 രൂപ വീതം ഈടാക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നത്. ഈ ഫീസാണ് ഇപ്പോൾ 1 വർഷത്തേക്ക് ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെ പുതുക്കുകയാണ് എങ്കിലും ഫീസില്ല. 1 വർഷത്തേക്കാണ് ഈ ഇളവ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.